Samsaaram TVയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മുട്ടത്ത് മീൻചട്ടി എന്ന് പറയുന്ന ഒരു അടിപൊളി സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ മീൻ വിഭവങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ എന്താണ് ആ മീൻ ഐറ്റം എന്നും അതിൻ്റെ കുറേ ഇവിടുത്തെ സീ ഫുഡിൻ്റെ കുറേ വിശേഷങ്ങളും അറിയാം. ഇന്ന് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ചേച്ചിമാരല്ല, ചേച്ചിയുടെ കടയുടെ ഓർഡർ ആയിട്ടുള്ള ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്ന് എന്താ സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കി തരുന്നത്? ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാഴയില പൊള്ളിച്ചത്. വാഴയില പൊള്ളിക്കുന്ന ഐറ്റത്തിന്റെ മസാല ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ചേട്ടന്റെ പേര് ചേച്ചിയുടെ പേര് എന്റെ പേര് ഇത് നേരായതുകൊണ്ടാണ്. എന്റെ പേര് ആസാദ്. ഇത് വൈഫാണ് ഷബന. ഇത് പാർട്ണറുടെ വൈഫ് സിനി. ഇവർ രണ്ടുപേരാണ് മെയിൻ കുക്ക്. ഞാൻ ഹെൽപ്പിങ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ആളില്ലാത്തത് കൊണ്ടും ആള് കുറച്ച് കുറവായതുകൊണ്ട് പരിമിതി ഉള്ളത് കൊണ്ട് കയറിയിരിക്കുന്നതാണ്. ആവശ്യത്തിന് ഓക്കെ. ഈ മസാല നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് മസാല ഉണ്ടാക്കാനുള്ള സവാള ആദ്യം അതിലേക്ക് കറക്റ്റ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചുള്ള സവാളയും അതിനുള്ള മസാലകളും നമ്മളുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഫസ്റ്റ് തന്നെ മസാല ഉണ്ടാക്കാനായിട്ട് സവാള വാടിയിട്ടാണ് ബാക്കി എല്ലാ പരിപാടി നടക്കുള്ളൂ. ഫസ്റ്റ് തന്നെ സവാള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് വാടും എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു കേട്ടേക്കാണ്. നമുക്കല്ലാണ്ട് വലിയ ഷെഫൊന്നും അല്ല. ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ ലോക്ക്ഡൗൺ സമയം ഉണ്ടായില്ലേ, ആ സമയത്ത് ചൂടിടാൻ പോയി കുറെ മീനെ പിടിക്കുമായിരുന്നു. അതുണ്ടാക്കി തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ ക്രൈസ് ചെയ്തതാണ്. അങ്ങനെയാണ് കട തുടങ്ങിയതും ഒരു കൊല്ലമായിട്ടുള്ളൂ ഞങ്ങൾ തുടങ്ങിയത്. സമയം നമ്മുടെ സമയം 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ബാക്കി എല്ലാ ഐറ്റം ആവണ തിരക്കുകൊണ്ടാണ്. നമുക്ക് അന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മീൻ അത്യാവശ്യം കിട്ടാവുന്ന ഏകദേശം 20+ ഉണ്ടാവും. ചെമ്മീൻ മാത്രമേ ഉള്ളൂ. ചെമ്മീൻ, കക്ക, കൂന്തള്, കൊഴുവ, ഞണ്ട്, മീൻ പീര, മീൻപൊടി, മീനച്ചാറ്, ഉണക്കമീൻ, ഉള്ളിമുളക് ചമ്മന്തി, ഉണക്കമീൻ ചമ്മന്തി, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടാവും. നല്ല അടിപൊളി മീൻ കൂട്ടി ഒരു സദ്യ കഴിക്കാൻ ദിവസം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, മുളക്, തക്കാളി, ഇതിലേക്ക് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് വരുന്നത് നമ്മുടെ കുടംപുളിയാണ് മെയിൻ. കുടംപുളിയാണ് മീനിൻ്റെ എല്ലാ കറിയിലും ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും നല്ല സാധനം കുടംപുളിയാണ്. ഏകദേശം വാടി തുടങ്ങുന്ന സമയത്ത് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ഐറ്റംസുകൾ കംപ്ലീറ്റ് ഇടാം. അതിൽ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇടുള്ളൂ. അത് മാത്രം ആദ്യം ഇടും. വെളുത്തുള്ളി, ഓൾറെഡി ഒരുമാതിരി വാടി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചുകൊണ്ടായിരിക്കും മസാല ഇടാൻ ഏറ്റവും എളുപ്പം. കാരണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലല്ല. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിക്ക് അളവ് എന്ന് പറയാൻ ഒന്നിനും അളവില്ല. എൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതിന് കളറ് വരിക എന്നുള്ളതാണ് മഞ്ഞപ്പൊടി വെച്ച്. ഈ കഴിക്കുന്ന നേരത്ത് നമുക്കതിന് ഉണ്ടാവുന്നത് മഞ്ഞപ്പൊടിയുടെ കളറായിരിക്കും ആ കറിയിൽ വരുന്ന കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള മഞ്ഞപ്പൊടി ഏകദേശം ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഒരളവിൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടം എരിവിനനുസരിച്ച് കയറ്റിയാൽ മതി. നമ്മുടെ എല്ലാത്തിനും എരിവ് കൂടുതലായിരിക്കും. മീനായതുകൊണ്ട് തന്നെ മീൻ ഐറ്റം പുളിയാണ് മെയിൻ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിനുള്ള മുളകും പൊടിയും കയറ്റാം. എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല, നമ്മൾ എന്തായാലും ഇടും മല്ലിപ്പൊടി. അതെ, ഞങ്ങൾ ചെയ്യുന്നതിൽ മല്ലിപ്പൊടി എന്തായാലും ഉണ്ടാവും. ചില ആളുകൾ മല്ലിപ്പൊടി ഇടില്ല എന്ന് പറഞ്ഞു. തക്കാളി ഇങ്ങനെ വട്ടത്തിൽ തന്നെ അരിഞ്ഞത് തന്നെയാണ് ഞാൻ ഇടാറ്. നീ മറന്നുപോയാലോ? തക്കാളിയാണ് ശരിക്കും ഇതിലേക്ക് ഉടഞ്ഞു വരുമ്പോഴാണ് ആ മസാല കറക്റ്റായിട്ട് ആ പുളി കൂടി കയറും. തീ കുറച്ച് വെച്ചൊക്കെയാണ് ഓൾറെഡി. അതിന് സിമ്മിൽ നിന്ന് വേവണായിരിക്കും അതിൻ്റെ നല്ലത് സെറ്റാക്കിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം
ജസ്റ്റ് ഒന്ന് മൂടി വെച്ചായിരുന്നു. കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് അതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും നമ്മൾ നേരത്തെ കുടംപുളി. അത് ഓൾറെഡി അതിൻ്റെ വെള്ളം കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യണം നല്ലതായിരിക്കും. ആ പുളി വെള്ളം നേരിട്ട് അതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. അതിൽ നിന്നുള്ള പുളി എടുത്തിട്ട് ഇടുമ്പോൾ സാധാരണ ഇങ്ങനെ ഇടാറില്ല, നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാറുള്ളൂ. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സവാള ഇടുക, നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ പച്ചമുളക് ഇടുക. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചേട്ടൻ പറയുന്നത് മല്ലിപ്പൊടി. ചിലർ മല്ലിപ്പൊടി ഇടാറില്ല, നമ്മളിവിടെ മല്ലിപ്പൊടി ഇടും. അത് കഴിഞ്ഞ് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വെച്ചിട്ട് കുടംപുളി അല്ലേ, തക്കാളി. ഓക്കെ, തക്കാളി ശരിക്കും തക്കാളി ഇട്ട് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ ഓൾറെഡി വെച്ചിട്ട് കുടംപുളി ഇടായിരുന്നു. അതിൻ്റെ വെള്ളം ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് കുടംപുളി ഇടുക. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കരിമീനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം അല്ലേ, അതെ. ഇപ്പം ഞാൻ തന്നെ ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേ എനിക്കത് കൂട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ അധികം കാര്യങ്ങളുമില്ല. ഇത് രണ്ടും ടൈപ്പ് ചെയ്ത് കറി ആവണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഓൾറെഡി ഇത്തിരി തേങ്ങാപ്പാൽ കൂടുതലാണ്. ഇത് ഉഗ്രൻ കറിയായിട്ട് മാറുള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നോർമലിൽ നമ്മൾ കറി വെക്കണമെങ്കിൽ കുറേ സാധനങ്ങൾ കലത്തിലിട്ട് തിളപ്പിച്ച് പിന്നെ അതിലേക്ക് മീനിട്ട് അങ്ങനെ, ഇതിനതില്ല. ഓൾറെഡി ഈ മസാലയിലൊക്കെ തന്നെ നമ്മൾ തേങ്ങ അരച്ച് ആടി കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ കറിയായിട്ട് മാറ്റാൻ പറ്റും. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരുന്ന് ഏകദേശം കുറച്ചുകൂടി വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറ്റും. അപ്പോൾ പുളിയും കാര്യവും ഉപ്പും ഉണ്ടാകുന്ന രണ്ടാമത് ടെസ്റ്റ് ചെയ്യാം. പുളി വേണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയുടെ വെള്ളം ആഡ് ചെയ്തായിരിക്കും ഇനി നല്ലത്. പെട്ടെന്ന് എത്താനായിട്ട് ഏറ്റവും നല്ലത് പുളിയുടെ വെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും. പുളിയുടെ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഓഫ് ചെയ്ത് ഇവിടെ വെക്കും. തേങ്ങാപ്പാലിൻ്റെ പാല് മാത്രം അടിച്ചെടുത്തേക്കുന്നതാണ്. അത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് വാഴയില പൊതിയുമ്പോൾ അതിനുള്ള തിക്കിന് നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ആ തിക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇങ്ങനെ ഇതിന് കുറച്ചുകൂടി പറ്റി കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് മാറും. അന്നേരം നമുക്ക് വാഴയിലേക്ക് എടുത്തിട്ട് മസാല ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റായിട്ട് അതിന് കിട്ടുള്ളൂ. ഞാനെടുത്തപ്പോൾ തേങ്ങാപ്പാൽ കൂടുതലുണ്ടാകും. ഞാൻ എടുത്തേണ ഇത് കുറവാണ്. നമ്മുടെ തിരക്കും കാരണം വേറെ വിൽക്കാനുള്ള സെറ്റപ്പിൽ ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിന് ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മീൻ റെഡി ആക്കിയിട്ട് ഇതെടുത്ത് ചേർത്ത് കാണിക്കാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ വേപ്പിലയാണ് ഇടുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കരിമീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. കറിവേപ്പില വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടാം. പകുതി വെന്ത കരിമീൻ, അതിന് ശേഷമാണ് നമ്മൾ വാഴയിലേക്ക് ഇത് മാറ്റുന്നത്. അപ്പോൾ പകുതി വെന്ത കരിമീൻ അതിന് ശേഷം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടത്തിലേക്ക് ഇട്ട് ഒന്നുകൂടെ വേവിക്കും. അത് കഴിഞ്ഞിട്ട് വാഴയിലയിൽ വെച്ച് പൊതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാഴയിലേക്ക് ഇത് മാറ്റണം. അതിനു മുമ്പ് വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പകുതി വെന്ത കരിമീൻ, പകുതിയല്ല ഇപ്പം മുക്കാലും വെന്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒന്ന് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് മസാലക്കകത്തിട്ടു. ഇനി വാഴയിലക്കകത്ത് വെച്ച് കുറച്ചുകൂടെ ഒന്ന് വേവിക്കും. അപ്പോൾ ഇനി നമുക്കത് വാഴയിലിട്ടിടുന്നത് നോക്കാം. വാഴയിലേക്കകത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വെന്ത് വന്നു കഴിയുമ്പോൾ അടിപൊളി ഒരു ഐറ്റം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാഴയിലേക്കകത്ത് വെച്ച് പൊതിയുന്നുണ്ട്. ഇത് ചെറുതായിട്ട് നമ്മൾ വാഴയുടെ വള്ളി കൊണ്ട് തന്നെ കെട്ടുന്നുണ്ട് കേട്ടോ, എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഉരുപ്പാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ നമ്മൾ ചട്ടിയിലിട്ട് വെച്ച് നല്ലതായിട്ട് പൊരിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ വാഴയിലയിൽ പൊരിച്ചെടുക്കുന്ന കരിമീൻ റെഡിയായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇതേ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത് ചോറും കറിക്കൂട്ടങ്ങളും ഒക്കെ എത്തിയിരിക്കുകയാണ്. ഒപ്പം നല്ല നെയ്മീൻ തേങ്ങാപ്പാൽ അരച്ച് വെച്ച കറിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നല്ല ഗ്രേവിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു കഷ്ണം അതിൽ നിന്ന് തന്നെ എടുക്കാം. തിക്ക് ഗ്രേവിയാണ് കേട്ടോ. ഇതാണ് സാധനം. നമുക്ക് കഴിക്കാം. സൂപ്പർ സാധനം. നമുക്ക് ഒറ്റയിരിപ്പിന് വയറ് നിറച്ച് ചോറിനാം. അപ്പോൾ സ്ഥലം നിങ്ങൾ മറക്കണ്ട. മുട്ടം മെട്രോ പില്ലർ 172 മീൻചട്ടി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.